എൻ.പി. ചെക്കുട്ടി, ഈ ജനവിധിയെ എങ്ങനെ കാണണം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം LDF ഉണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകൾ കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷയായിരുന്നു. പക്ഷേ കൊല്ലം കോർപ്പറേഷൻ സർപ്രൈസിംഗ്ലി UDF പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ UDF 500 കടക്കുന്നത് നമ്മൾ കണ്ടു. ജില്ലാ പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ് എന്ന സവിശേഷതയുണ്ട്. തലസ്ഥാനം BJP പിടിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള പ്രകടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെ ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഈ പെൻഷനുകളും മറ്റും കൂട്ടിയതുകൊണ്ട് ഇല്ലാതാവുന്നില്ല എന്ന് വരുന്നു. ശബരിമല വിഷയം ഒരു തരത്തിൽ ഒരു വികാരമായി മാറുന്നുണ്ട് എന്ന് ചിലയിടങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒപ്പം ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ LDF-നെ സമ്പൂർണ്ണമായി കൈവിടുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ UDF ഫോൾഡിലേക്ക് മടങ്ങിപ്പോകുന്നു. പല രാഷ്ട്രീയ വായനകളുണ്ട്. താങ്കൾ ഏതിനൊപ്പം നിൽക്കും? ഞാനിതിനൊരു ഒരു ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ മെസ്സേജ് ആയിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മുടെ ഈ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ഈ തരത്തിലൊരു സോളിഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ജനങ്ങൾ കൊടുത്തിരുന്നില്ല. കാരണം ആ തരത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഒരിക്കലും ഉണ്ടാകാറുമില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോടൊരു സ്വാഭാവികമായി അതിൽ പാർട്ടി നോക്കിയിട്ടല്ല പലപ്പോഴും ജനങ്ങൾ അതിൽ വോട്ട് ചെയ്യുന്നത്. ആ ഒരു സംഗതി നോക്കിയാൽ നമ്മൾ 90 മുതൽ 1990-ലെ ഡിസ്ട്രിക്ട് കൗൺസിൽ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്ന പാർട്ടികൾ, മലബാറിലാണെങ്കിൽ CPM, ലീഗ്, ഈ 2 പാർട്ടികളും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ മേഖലകളിൽ വിജയിച്ചിരുന്നു. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് പരിചയമുള്ള പ്രദേശമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ 50 വർഷം, നൂറ്റാണ്ട് കാലം തുടർച്ചയായിട്ട് ഭരിച്ചതാണ് LDF. ഇത്തവണ ഏതാണ്ട് തോറ്റു എന്ന മട്ടിൽ, മേയറാവാൻ വെച്ചിരുന്ന ആളൊക്കെ തോറ്റു കഴിഞ്ഞു. ഏതാണ്ട് തോറ്റു എന്ന മട്ടിൽ നിന്ന് വളരെ 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 പരിമിതമായ മട്ടിൽ വിജയത്തിലേക്ക് എത്തി എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു വിജയത്തെക്കാൾ അതൊരു പരാജയമാണ്. കാരണം ജനങ്ങൾ വലിയ തോതിലൊരു ശിക്ഷ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഈ കൗൺസിലർമാരോടോ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയോടോ ഉള്ള പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴുള്ള ഭരണത്തോട്, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട്, അവരെടുക്കുന്ന നിലപാടുകളോട്, അതിനോടൊക്കെയുള്ള കടുത്ത രോഷം അത് വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിനകത്ത് ജനങ്ങളെ സ്വാധീനിച്ച് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഭരണത്തിൻ്റെ പോക്ക് ശരിയല്ല. ഈ ഭരണം ജനങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല. അതേപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ച് ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കൽ ഈ സർക്കാർ വിജയിക്കുന്നില്ല. അങ്ങനെയുള്ള ആ തരത്തിലുള്ള ഒരു രണ്ടാമത്തത് ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം. ശബരിമലയിൽ പോലും കൊള്ള ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് തലപ്പത്തുള്ള ആളുകൾക്ക്, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏറ്റവും സമുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശബരിമല പോലും കൊള്ള ചെയ്യാൻ പറ്റി. കാരണം ലേശം പേടി ഉണ്ടാവുമല്ലോ, വീട്ടുകാർക്കെങ്കിലും പേടി ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ഈ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് ആയാലും ശരി, പഞ്ചായത്ത് ബോർഡായാലും ശരി, അവരുടെ കയ്യിൽ കിട്ടിയാൽ വല്ലതും നാട്ടിൽ ബാക്കി ഉണ്ടാവുമോ എന്നൊരു തോന്നലുണ്ടാവും. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന്. മൂന്നാമത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, അമിതമായിട്ടുള്ള ഒരു കമ്മ്യൂണലൈസേഷൻ ഇതിനകത്ത് പ്രയോഗിച്ചിരുന്നു. അതിന് തലപ്പത്ത് നിന്നത്, അതിന് മുമ്പിൽ നിന്നത് മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ഒരു കേരളത്തെ കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക ഒരു 1% ആളുകൾ പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയൊരു വിഷയമാക്കി 3-4 ദിവസം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം മുഴുക്കെ ആഞ്ഞടിച്ചു. എന്തിന്? UDF-ന്റെ പ്രധാനപ്പെട്ട വിജയം പിന്നെ ജമാഅത്തെ ഇസ്ലാമില എന്നൊക്കെ പറഞ്ഞു നടന്നു. ജനങ്ങൾ അതിനെ പൂർണ്ണമായി തിരസ്കരിച്ചതിന് തെളിവാണ് മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയല്ല, മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല ഉള്ളത്. പക്ഷേ മലപ്പുറത്തെ മിക്കവാറും ഒരൊറ്റ സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക്, UDF-ന്. എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് മലപ്പുറത്ത് 94-ൽ 90 പഞ്ചായത്ത് UDF ജയിക്കുന്നു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഒരു വലിയ ജില്ലയിലെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയിലെ
എല്ലാ ഡിവിഷനുകളും യു ഡി എഫ് ജയിക്കാൻ. കോഴിക്കോട്, ഇപ്പൊ താങ്കളുടെ കോഴിക്കോട് നോക്കൂ, 39 ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് ജയിക്കുമ്പോൾ 27ലേക്ക് എൽ ഡി എഫ് ചുരുങ്ങാണ്. ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് നഷ്ടപ്പെടുന്നു. 2001 ശേഷം കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് ജയിച്ചിട്ടേ ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു വലിയ വലിയ ബാക്ക്ലാഷ് ഉണ്ട്, ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ വർഗീയമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾ ഈ വർഗീയമായിട്ടുള്ള വിഭജനത്തിനെ പൂർണ്ണമായും തിരസ്കരിക്കും. അതിന് കാരണം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഇന്നലെയും അല്ല ഇവിടെ ജീവിക്കുന്നത്. വിവിധ സമുദായങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ 1500 കൊല്ലമായിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ 2000 കൊല്ലമായിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റു സമുദായങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അതിനെ ഡിവൈഡ് ചെയ്യാൻ, അതിനെ പലതരത്തിലുള്ള വ്യാജമായ വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള ആത്മശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതാണ് മലപ്പുറത്ത് ഒരു 10-25% ഹിന്ദുക്കളില്ലേ, ക്രിസ്ത്യാനികളില്ലേ, അവരൊക്കെ തന്നെ ഈ അജണ്ടകളെ പൂർണ്ണമായും തിരസ്കരിച്ചതാണല്ലോ ഒന്ന് കണ്ടത്. അപ്പോൾ അത് കോഴിക്കോട്ട് തന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഗവൺമെന്റിന്, ഈ സർക്കാരിന്, പാർട്ടിക്ക്. എന്താണ്? നിങ്ങളുടെ ഈ അജണ്ടകൾ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ കുറെ കൂടി ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങളോട് ആഴത്തിലുള്ള ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ട് വരണം. ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കരുത് എന്ന ക്ലിയർ ആയിട്ടുള്ള അതൊരു വലിയ 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 വിമർശനമാണ്.